നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള കുറച്ച് സംഭാഷണങ്ങൾ എങ്ങനെ ഹിന്ദിയിൽ പറയാം എന്നുള്ളതാണ്. കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, മോൻ വന്നോ, സ്കൂളിൽ നിന്ന് വന്നോ? സ്കൂൾ സേ ആഗേ ബേട്ട, സ്കൂൾ സേ ആഗേ ബേട്ട. അല്ലെങ്കിൽ മോള് വന്നോ, ആഗയി ബേട്ടി, ആഗയി ബേട്ടി. നീ വന്നോ, സ്കൂൾ സേ തു ആഗയ, അല്ലെങ്കിൽ സ്കൂൾ സേ ആഗയാ തു, വന്നോ. നിങ്ങൾ വന്നോ, തും ആഗേ. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നോ എന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. മോൻ വന്നോ എന്നാണെങ്കിൽ ആഗയെ ബേട്ട, അല്ലെങ്കിൽ ബേട്ട ആഗയ, അങ്ങനെയും ചോദിക്കാം. മോള് വന്നോ, ആഗയി ബേട്ടി. നീ വന്നോ, ആഗയാ തു. നിങ്ങൾ വന്നോ, തും ആഗേ, അങ്ങനെ ചോദിക്കാം. മോൻ വന്നോ, ആഗയെ ബേട്ട, ആഗയെ ബേട്ട. മോൾ വന്നോ, ആഗയി ബേട്ടി, ആഗയി ബേട്ടി. നീ വന്നോ, ആഗയാ തു, ആഗയാ തു. നിങ്ങൾ വന്നോ, തും ആഗേ. ഇത് സ്കൂളിൽ നിന്നുള്ളതായതുകൊണ്ട് സ്കൂൾസേ എന്ന് എഴുതി. ഓഫീസിൽ നിന്നുള്ളതാണെങ്കിൽ ഓഫീസേ, അല്ലെങ്കിൽ എവിടെ നിന്നാണോ അതിന് ആ സ്ഥലം പറഞ്ഞിട്ട് സേ ചേർത്താൽ മതി, അവിടെ നിന്ന് വന്നോ എന്ന് ചോദിക്കാനായിട്ട്. എന്താണ് ഇത്ര താമസിച്ചത്? ക്യോ ഇത്തന ദേർ ഹുവ, അല്ലെങ്കിൽ ലേറ്റ് ഹുവ, രണ്ടിലേത് വേണമെങ്കിലും ചോദിക്കാം. ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാം. ക്യോം ഇത്ന ദേർ ഹുവ, എന്താണ് ഇത്രയും താമസിച്ചത്? ഇതുവരെ എവിടെയായിരുന്നു? ഇതുവരെ അഭി തക്, ഇതുവരെ എന്നുള്ളതിന് അഭി തക്. അഭി തക് കഹാൻ ഥ, ഇതുവരെ എവിടെയായിരുന്നു? അഭി തക് കഹാൻ ഥ. വലിയ തിരക്കായിരുന്നു, അതെങ്ങനെ പറയും? തിരക്കെന്നുള്ളതിന് ഭീഡ്. ബഹുത് ഭീഡ് ഥ, വലിയ തിരക്കായിരുന്നു. ബഹുത് ഭീഡ് ഥ, റോഡിൽ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ പറയത്തില്ലേ, റോഡ് മേ ബഹുത് ഭീഡ് ഥ. അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു, ബഹുത് ട്രാഫിക് ഥ, ബഹുത് ട്രാഫിക് ഥ. അപ്പം മകൻ പറയുവാണ്, ഞാൻ വളരെ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി. ഹാ മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മേ. മേ ബഹുത് തക് ഗയാ ഹൂ, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുവാണ്, ഞാൻ ക്ഷീണിച്ചു പോയി. ഹാ മാ മേ ബഹുത് തക് ഗയാ ഹൂ, ഞാൻ വളരെ ക്ഷീണിച്ചു പോയി. ഹാ മാ, അതെ അമ്മേ. മേ ബഹുത് തക് ഗയാ ഹൂ, ഞാൻ വളരെ ക്ഷീണിച്ചു, അല്ലെ ക്ഷീണിച്ചു പോയി. ഇല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിലും കൂടെ പറയാം. എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു, അതെങ്ങനെ പറയും? എനിക്കെന്നുള്ളതിന് മുഛേ. വളരെ ബഹുത്. ക്ഷീണം എന്നുള്ളതിന് തക്കാൻ, ക്ഷീണം എന്നുള്ളതിന് തക്കാൻ. തോന്നുന്നു ലഗ് രഹാ ഹേ, മുഛേ ബഹുത് തക്കാൻ ലഗ് രഹാ ഹേ, മുഛേ ബഹുത് തക്കാൻ ലഗ് രഹാ ഹേ, എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു. മുഛേ ബഹുത് തക്കാൻ ലഗ് രഹാ ഹേ. അപ്പോൾ അമ്മ ചോദിക്കുവാണ്, വെയിലത്ത് ഒരുപാട് കളിച്ചായിരുന്നോ? വെയിലെന്നുള്ളതിന് ധൂപ്. വെയിലത്ത് ഒരുപാട് ബഹുത്. കളിച്ചായിരുന്നോ? ഖേലാ ഥാ ക്യാ, കളിച്ചായിരുന്നോ എന്നുള്ളതിന് ഖേലാ ഥാ ക്യാ. ധൂപ് മേ ബഹുത് ഖേലാ ഥാ ക്യാ, വെയിലത്ത് ഒരുപാട് കളിച്ചായിരുന്നോ, അല്ലെങ്കിൽ വെയിലിൽ ധൂപ് മേ. ധൂപ് മേ ബഹുത് ഖേലാ ഥാ ക്യാ, വെയിലത്ത് ഒരുപാട് കളിച്ചായിരുന്നു. നമ്മളിത് പറയുമ്പോൾ ധൂപ് മേ ആണോ അങ്ങനൊന്നും ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. സംസാര ഭാഷയിൽ ധൂപ് മേ ബഹുത് ഖേലാ ഥാ ക്യാ, വെയിലിൽ ഒരുപാട് കളിച്ചായിരുന്നു. അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലും കൂടെ നമുക്ക് ചോദിക്കാം. വെയിലത്ത് കളിച്ചായിരിക്കും, അമ്മ ഇങ്ങനെ പറയുക, വെയിലത്ത് കളിച്ചായിരിക്കും, അതെങ്ങനെ പറയും? ധൂപ് മേ ഖേലാ ഹോഗ. ഹോഗ എന്ന് ചേർക്കുന്നത് എപ്പോഴും ആയിരിക്കും എന്ന് കാണിക്കാനാണ്. ധൂപ് മേ ഖേലാ ഹോഗ, വെയിലത്ത് കളിച്ചായിരിക്കും. ധൂപ് മേ ഖേലാ ഹോഗ. അപ്പോൾ വേണേ ഇങ്ങനൊരു ഉത്തരം പറയാം. കുറച്ച് കളിച്ചായിരുന്നു. തോടാ ഖേലാ ഥാ, തോടാ എന്ന് പറഞ്ഞാൽ കുറച്ച്, തോടാ. തോടാ ഖേലാ ഥാ, കളിച്ചായിരുന്നു, കളിച്ചായിരുന്നു എന്നുള്ളതിന് ഖേലാ ഥാ. തോടാ ഖേലാ ഥാ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? കളിച്ചില്ലായിരുന്നു. നഹി ഖേലാ ഥാ, കളിച്ചില്ലായിരുന്നു. നഹി ഖേലാ ഥാ. കുറച്ച് കളിച്ചായിരുന്നു, തോടാ ഖേലാ ഥാ. കളിച്ചില്ലായിരുന്നു, നഹി ഖേലാ ഥാ. സാരമില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല, കൈയും കാലും കഴുകൂ. കോയി ബാത് നഹി. കോയി ബാത് നഹി എന്ന് പറഞ്ഞാൽ സാരമില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല. കോയി ബാത് നഹി. കൈയും കാലും കഴുകൂ. ചലോ ഹാത്ത് പൈർ ധോലോ, പോയി കൈയും കാലും കഴുകൂ എന്ന് പറയുക. ഹാത്ത് പൈർ ധോലോ. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ, പൈർ എന്ന് പറഞ്ഞാൽ കാല്. ചലോ ഹാത്ത് പൈർ ധോലോ. അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ പറയാം, ജാക്കർ ഹാത്ത് പൈർ ധോലോ, പോയിട്ട് കാലും കൈയും കഴുകൂ, അങ്ങനെ പറയാം. ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ പറയും,
ജാക്കർ ഹാത്ത് മുഹ് ധോലോ. ഹാത്ത് മുഹ് ധോലോ എന്ന് പറഞ്ഞാൽ ഫ്രഷായി വരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹാത്ത് മുഹ് ധോലോ, ജാക്കർ ഹാത്ത് മുഹ് ധോലോ, പോയി ഫ്രഷായിട്ട് വരൂ എന്നും പറയാം. അപ്പോൾ സാരമില്ല, കുഴപ്പമില്ല എന്നുള്ളതിന് കോയി ബാത് നെഹി, കോയി ബാത് നെഹി. കൈയും കാലും കഴുകൂ, ചലോ ഹാത്ത് പൈർ ധോലോ, ചലോ ഹാത്ത് പൈർ ധോലോ. ജാക്കർ ഹാത്ത് മുഹ് ധോലോ എന്നും പറയാം. അത് ഫ്രഷായി വരൂ. ഉടുപ്പ് മാറ്റിയിട്ട് വരൂ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല തുണി മാറ്റിയിട്ട് വരൂ, വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരൂ, അങ്ങനെ പറയത്തില്ലേ. കപ്പട ബദൽക്കർ ആവോ. കപ്പട എന്ന് പറഞ്ഞാൽ ഉടുപ്പ്, എന്താണോ സ്കൂളിൽ ഇട്ടുകൊണ്ട് വരുന്നത് ആ കപ്പട ബദൽക്കർ ആവോ, ചേഞ്ച് ചെയ്തിട്ട് വരൂ, മാറ്റിയിട്ട് വരൂ. കപ്പട ബദൽക്കർ എന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട്. കപ്പട ബദൽക്കർ ആവോ. ഞാൻ പോകുന്നു, അപ്പോഴത്തേക്കും പാലെടുത്തേരെ. കുട്ടി പറയുവാണ്, ശരി ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് വരാമെന്നുള്ള അർത്ഥം. ഞാൻ പോകുന്നു, അപ്പോഴത്തേക്കും പാലെടുത്തേരെ. മേ ജാത്താ ഹൂം, ഞാൻ പോകുന്നു. തബ് തക്, അപ്പോഴേക്കും. ദൂദ് ലേലോ, പാലെടുത്തേരെ നമ്മൾ പറയുക, ദൂദ് ലേലോ. തബ് തക് ദൂദ് ലേലോ, അപ്പോഴേക്കും പാലെടുത്തേരെ. മേ ജാത്താ ഹൂം എന്നുള്ളതിൻ്റെ അർത്ഥം ഞാനിതൊക്കെ ചെയ്തിട്ട് വരാം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ട് പോവുക. മേ ജാത്താ ഹൂം, ഞാൻ പോവുക. തബ് തക് ദൂദ് ലേലോ, അപ്പോഴേക്കും പാലെടുത്തേരെ. മേ ജാത്താ ഹൂം, തബ് തക് ദൂദ് ലേലോ. കഴിക്കാൻ എന്താണ്? ഖാനേമേ ക്യാ ഹേ, കഴിക്കാൻ എന്താണുള്ളത് എന്ന് ചോദിക്കുക. ഖാനേമേ ക്യാ ഹേ, കഴിക്കാൻ എന്താണുള്ളത്. ഖാനേമേ ക്യാ ഹേ. വേണമെങ്കിൽ ഖാനേക്കോ ക്യാ ഹേ എന്നും ചോദിക്കാം, കഴിക്കുന്നതിന് എന്തുവാണുള്ളതെന്നുള്ള അർത്ഥത്തിൽ. നമ്മൾ സംസാര ഭാഷയിൽ ഖാനേമേ ക്യാ ഹേ എന്നും ചോദിക്കാം, ഖാനേക്കോ ക്യാ ഹേ എന്നും ചോദിക്കാം, അതൊന്നും തെറ്റില്ല. നല്ല പോലെ വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി വിശക്കുന്നുണ്ട്. കാഫി ഭൂക്ക് ലഗി ഹേ. കാഫി എന്ന് പറഞ്ഞാൽ ധാരാളം, അല്ലെങ്കിൽ നന്നായിട്ട്. കാഫി ഭൂക്ക് ലഗി ഹേ, കാഫി ഭൂക്ക് ലഗി ഹേ. അല്ലെങ്കിൽ ബഹുത്ത് ഭൂക്ക് ലഗി ഹേ എന്നും പറയാം, വളരെ വിശക്കുന്നുണ്ട്. ബഹുത് ഭൂക്ക് ലഗി ഹേ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ കാഫി ഭൂക്ക് ലഗി ഹേ, വളരെ വിശക്കുന്നുണ്ട്, ഒത്തിരി വിശക്കുന്നുണ്ട്. കുറച്ച് ഹെവി കഴിക്കാൻ തരൂ, ഹെവി ആയിട്ടുള്ളത് കഴിക്കാൻ തരൂ എന്ന് പറയുക. കുച്ച് ഭാരി ഖാനാദോ, ഹെവി ആയിട്ടുള്ള ആഹാരം തരൂ. കുച്ച് ഭാരി ഖാനാദോ എന്ന് പറഞ്ഞാൽ ഹെവി ഫുഡ് എന്ന് നമ്മൾ പറയത്തില്ലേ, ലൈറ്റ് ഫുഡും ഹെവി ഫുഡും. അതിലിച്ചിരി ഹെവി ഫുഡ് തരൂ. കുച്ച് ഭാരി ഖാനാദോ, കുച്ച് ഭാരി ഖാനാദോ. ഇനി ലൈറ്റ് ഫുഡ് തരൂ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? കുച്ച് ഹൽക്ക ഖാനാദോ. ഹൽക്ക ഖാന എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫുഡ്. ഹൽക്ക ഖാന, ലൈറ്റ് ഫുഡ്. കഴിക്കാനും കൂടി എന്തെങ്കിലും തരൂ അങ്ങനെ പറയണമെങ്കിലോ? ഖാനേക്കോ ഭി കുച്ച് ദേ ദോ. കഴിക്കാനും കൂടി, ഖാനേക്കോ ഭി, ഭി എന്ന് പറഞ്ഞാൽ കൂടി. ഖാനേക്കോ ഭി കുച്ച് ദേ ദോ, കഴിക്കാനും കൂടി എന്തെങ്കിലും തരൂ. ഖാനേക്കോ ഭി കുച്ച് ദേ ദോ. ഖാനേക്കോ ഭി കുച്ച് ദേ ദോ, കഴിക്കാനും കൂടി എന്തെങ്കിലും തരൂ. പാല് കുടിച്ചിട്ട് പിന്നെ പോവണം. മകൻ പറയുക, പാല് കുടിച്ചിട്ട് പിന്നെ പോകണം. പാല് കുടിച്ചിട്ട് എന്നുള്ളതിന് ദൂത് പീക്കർ, ദൂത് പീക്കർ. പിന്നെ ഫിർ പോകണം, ജാനാഹേ. ദൂത് പീക്കർ ഫിർ ജാനാഹേ, പാല് കുടിച്ചിട്ട് പിന്നെ പോകണം. എനിക്ക് പോകണം എന്നുള്ളതാണെങ്കിൽ മുച്ഛേ ജാനാഹേ എന്ന് പറയണം. ദൂത് പീക്കർ ഫിർ മുച്ഛേ ജാനാഹേ, പാല് കുടിച്ചിട്ട് പിന്നെ എനിക്ക് പോകണം. പാല് കുടിച്ചിട്ട് പിന്നെ പോകണം എന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ ദൂത് പീക്കർ ഫിർ ജാനാഹേ, പാല് കുടിച്ചിട്ട് പിന്നെ പോകണം. അപ്പം അമ്മ ചോദിക്കുക, എവിടെ? കഹാ, എവിടെ പോകാനാണ്? കഹാ ജാനാഹേ എന്ന് ചോദിക്കാം. എവിടെ പോകാനാണ്? കഹാ, എവിടെ. അപ്പോൾ മോൻ പറയുകയാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അവനെ കാണാൻ പോകണം. അതെങ്ങനെ പറയും? കുറേശ്ശെ കുറേശ്ശെ നോക്കാം. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ, എൻ്റെ എന്നുള്ളതിന് മേരെ മിത്രക്കെ എന്നും പറയാം, അപ്പനെ മിത്രക്കെ എന്നും പറയാം. അപ്പനെ മിത്രക്കെ ഘർ, അവൻ്റെ വീട്ടിൽ. മേരെ മിത്രക്കെ ഘർ, എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ. അവനെ ഉസ്സേ, ഉസ്സേ മിൽനെ ജാനാഹേ, കാണാൻ പോകണം. കാണാൻ പോകണം എന്നുള്ളതിന് മിൽനെ ജാനാഹേ. अपने मित्र के घर उससे मिलने जाना है. अपने मित्र के घर उससे मिलने जाना है. നമ്മൾ വർത്താനം പറയുമ്പോൾ ഉസ്സേ അങ്ങനെയല്ല പറയുന്നത്, ഉസ്സേ. അങ്ങനെ വർത്താനം സ്പീഡിൽ പറയുമ്പോൾ അപ്പനെ മിത്ര കെ ഘർ ഉസ്സേ മിൽനെ ജാനാ ഹേ.
അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. എന്താണ് കാര്യം? ക്യാ ബാത് ഹേ? എന്താണ് കാര്യം? അല്ലെങ്കിൽ എന്ത് ജോലിയാണ്? ക്യാ കാം ഹേ? അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് എന്ത് ജോലിയാ? ക്യാ കാം ഹേ? അല്ലെങ്കിൽ എന്താണ് കാര്യം? ക്യാ ബാത് ഹേ? എന്തിനാ പോകുന്നെന്ന് ചോദിക്കുക. ക്യാ ബാത് ഹേ? എന്താണ് കാര്യം? അല്ലെങ്കിൽ എന്ത് ജോലിയാണ്? ക്യാ കാം ഹേ? അപ്പോൾ മോൻ പറയുവാണ്, എൻ്റെ പുസ്തകം തിരിച്ചു വാങ്ങിക്കണം. എൻ്റെ പുസ്തകം, അപ്നി പുസ്തക്. അപ്പനി പുസ്തക് അല്ലെ മേരി പുസ്തക്. അപ്പനി പുസ്തക് വാപ്പസ് ലേനി ഹേ. വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച്. വാപ്പസ് ലേനി ഹേ, തിരിച്ചു വാങ്ങിക്കണം. അപ്പനി പുസ്തക് വാപ്പസ് ലേനി ഹേ. എൻ്റെ പുസ്തകം തിരിച്ചു വാങ്ങിക്കണം. അപ്പനി പുസ്തക് വാപ്പസ് ലേനി ഹേ അല്ലെങ്കിൽ മേരി പുസ്തക് വാപ്പസ് ലേനി ഹേ എന്നും പറയാം. നമ്മൾ സ്വന്തം കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും അപ്പനി ചേർത്ത് പറയും സംസാര ഭാഷയിൽ. അപ്പനി പുസ്തക് വാപ്പസ് ലേനി ഹേ. ശരി, ഞാനിപ്പോൾ നടക്കുന്നു അല്ലെങ്കിൽ പോകുന്നു. അച്ഛാ അബ് മേ ചൽത്താ ഹും അല്ലെങ്കിൽ അച്ഛാ അബ് മേ ജാത്താ ഹും, എങ്ങനെ വേണമെങ്കിലും പറയാം. ചൽത്താ ഹും എന്ന് പറഞ്ഞാൽ നടക്കുന്നു, ജാത്താ ഹും എന്ന് പറഞ്ഞാൽ പോകുന്നു. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. നമ്മളെവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ശരി ഞാൻ എന്നാൽ പോട്ടെ അല്ലെങ്കിൽ നടക്കട്ടെ എന്ന് ചോദിക്കുന്ന എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണല്ലോ. അച്ഛാ അബ് മേ ചൽത്താ ഹും അല്ലെങ്കിൽ അച്ഛാ അബ് മേ ജാത്താ ഹും. അച്ഛാ എന്ന് പറഞ്ഞാൽ ശരി. അപ്പോൾ എന്തു പറയാം? താമസിക്കരുത്. ദേർ മത് കർണ. താമസിക്കരുത് എന്നുള്ളതിന് ദേർ എന്ന് പറഞ്ഞാൽ താമസിക്കുക. ദേർ മത് കർണ, ലേറ്റ് ആകുക എന്നുള്ള അർത്ഥം. ദേർ മത് കർണ, താമസിക്കരുത്. പഠിക്കേണ്ടതാണ്. പഠായി കർണ ഹേ. പഠിക്കേണ്ടതാണെന്ന് എങ്ങനെ പറയും? പഠായി കർണ ഹേ. ദേർ മത് കർണ പഠായി കർണ ഹേ. താമസിക്കരുത്, പഠിക്കേണ്ടതാണ്. ശരിയാണ്, പെട്ടെന്ന് വരും. ടീക്ക് ഹേ ജൽദി ആവുങ്ക. ശരി അല്ലെങ്കിൽ ശരിയാണ്. ടീക്ക് ഹേ പെട്ടെന്ന് വരും. ജൽദി പെട്ടെന്ന്, ആവുങ്ക വരും. ജൽദി ആവുങ്ക. ടീക്ക് ഹേ ജൽദി ആവുങ്ക. ഇതെല്ലാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് പറയണമെങ്കിൽ കൂടുതൽ പ്രാവശ്യം കേൾക്കണം. കേൾക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് വായിൽ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്